ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫർസ ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ കൈവശമുള്ള ഹെയർ പിൻസ് അതിൽ കുറച്ച് സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഒരു പുതിയ ലുക്ക് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലൊരു റൗണ്ട് സ്റ്റോൺ എടുത്തിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള വാക്സ് സ്ട്രിപ്പാണ് കേട്ടോ. ആ ഒരു സ്ട്രിപ്പിലാണ് ഞാൻ ഗ്ലൂ ചെയ്തിട്ട് സ്റ്റോൺ ഒട്ടിക്കുന്നത്. അങ്ങനെ സ്റ്റോൺ ഒട്ടിയതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ചെയിൻ സ്റ്റോൺ എടുത്ത് അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോൺ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. എഫോർഡബിൾ ആണ് കേട്ടോ. അപ്പം ഈ ഒരു കാണുന്ന രീതിയിൽ അതിന് ചുറ്റും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് അളവിൽ വെച്ച് അതിൽ ബാക്കി വരുന്ന ചെയിന് സിസർ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കാണുന്ന രീതിയിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു ഫ്ലവർ പോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ അതിന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ചുറ്റും ചെറിയൊരു സിസർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഞാൻ ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ 4 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ പിൻ എടുത്തിട്ട് ഈ ഒരു 4 എണ്ണം ആ ഒരു ഹെയർ പിന്നിൽ ഈ ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹെയർ പിൻ എടുത്ത് ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഓരോ സ്റ്റോൺസുമായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ സ്റ്റോൺ ഒട്ടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഹെയർ പിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഹെയർ പിന്നിൽ ഈ കാണുന്ന രീതിയിലുള്ള വൈറ്റ് ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുള്ള ഹെയർ പിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ 6 ബീഡ്സാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഹെയർ പിന്നിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ കാണുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ സ്റ്റോൺ ആണ് കേട്ടോ. അത് നമ്മൾ ഹെയർ പിന്നിൽ ഇതുപോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ആ ഒരു ഹെയർ പിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു സ്ലൈഡിനൊന്ന് മോഡിഫൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലുള്ള സ്ലൈഡിന് നമുക്ക് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കാൻ ആദ്യം ഈ ഒരു റൗണ്ട് സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ വാക്സ് സ്ട്രിപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ സ്റ്റോൺ ഒട്ടിയതിന് ശേഷം അതിന് ചുറ്റും നല്ല രീതിയിൽ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കാണുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ ഷേപ്പുള്ളൊരു സ്റ്റോൺ ഉണ്ട്. ആ ഒരു സ്റ്റോൺ നമുക്ക് അതിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഡ്രൈ ആയതിനു ശേഷം സിസർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്ലവർ ഈ ഒരു കാണുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് സ്ലൈഡിൻ്റെ എൻഡിൽ ഈ ഒരു ഫ്ലവർ നമുക്ക് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡിലും നമുക്ക് റൗണ്ട് സ്റ്റോൺ വെച്ചിട്ട് വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്ലൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലാണ് ഞാൻ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഹെയർ പിൻസും സ്ലൈഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ഹെയർ പിൻസിൽ ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേറെ തന്നെ ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.